നമസ്കാരം. ലോകം തന്നെ ചർച്ച ചെയ്യുന്ന ഒരു വളരെ പ്രധാനപ്പെട്ട വിദേശ സന്ദർശനത്തിലാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. അദ്ദേഹത്തിൻ്റെ ത്രിരാഷ്ട്ര സന്ദർശനം ഇന്ന് അവസാനിക്കുകയാണ്. കഴിഞ്ഞ ഡിസംബർ 15-നാണ് അദ്ദേഹം ജോർദാനിലേക്ക് യാത്ര ആരംഭിച്ചത്. 2 ദിവസത്തെ ജോർദാൻ സന്ദർശനത്തിന് ശേഷം അദ്ദേഹം എത്യോപ്യയിലെത്തുന്നു. ആഫ്രിക്കൻ രാജ്യമായ എത്യോപ്യയിലെത്തുന്നു. എത്യോപ്യയിൽ നടന്ന സന്ദർശനം വീണ്ടും 2 ദിവസത്തെ സന്ദർശനത്തിന് ശേഷം അദ്ദേഹം ഒമാനിലെത്തുന്നു. ഒമാനിൽ ഏറ്റവും പ്രധാനപ്പെട്ട പരിപാടികൾ അദ്ദേഹത്തിനുണ്ടായിരുന്നു. ഒമാനിലെ ഭരണ നേതൃത്വവുമായി അദ്ദേഹം നിർണായകമായ ചർച്ചകൾ നടത്തുന്നു. ഇന്ത്യ ഒമാൻ നയതന്ത്ര ബന്ധം ശക്തിപ്പെടുത്തുന്നതിനാവശ്യമായ കരാറുകളിൽ ഒപ്പിടുന്നു. മാത്രമല്ല, ഇന്ത്യ ഒമാൻ സ്വതന്ത്ര വ്യാപാര കരാറിലും ഇന്ത്യ ഒപ്പിട്ട് കഴിഞ്ഞിരിക്കുന്നു. എന്ന് പറഞ്ഞാൽ അമേരിക്ക ഇന്ത്യക്ക് മേലെ 50% ഇറക്കുമതി തീരുവ പ്രഖ്യാപിച്ചിരിക്കുന്ന ഈ സാഹചര്യത്തിൽ തന്നെ ഇന്ത്യ മറ്റൊരു രാജ്യവുമായി കൂടി ഇതാ സ്വതന്ത്ര വ്യാപാര കരാർ ഒപ്പുവയ്ക്കുന്നു. അമേരിക്കയുമായിട്ടുള്ള സ്വതന്ത്ര വ്യാപാര കരാർ സാക്ഷാത്കാരത്തിലേക്ക് എത്തിയിട്ടില്ല. അമേരിക്കൻ കടുംപിടുത്തത്തിൽ അത് ഉടക്കി നിൽക്കുകയാണ്. പക്ഷേ അതേസമയം തന്നെ ബ്രിട്ടനുമായും യൂറോപ്യൻ യൂണിയനുമായും ഒമാൻ പോലെയുള്ള രാജ്യങ്ങളുമായും അതേസമയം സ്വതന്ത്ര വ്യാപാര കരാറിലെത്താൻ ഇന്ത്യക്ക് സാധിച്ചിട്ടുണ്ട്. ഇത് തീർച്ചയായും നരേന്ദ്രമോദിയുടെ ഒരു നയതന്ത്ര വിജയം തന്നെയാണ്. അമേരിക്ക നൽകുന്ന തിരിച്ചടിക്ക് ബദലായി മറ്റു മാർഗങ്ങൾ കണ്ടെത്തുകയാണ് ഇന്ത്യ എന്ന് കൃത്യമായ സന്ദേശമാണ് ഇന്ത്യ ലോകത്തിന് നൽകുന്നത്. അതിന് എന്തായാലും ഒമാൻ സന്ദർശനത്തിനിടയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് അവിടുത്തെ ഏറ്റവും വലിയ സിവിലിയൻ ബഹുമതി കൂടി നൽകുന്ന സാഹചര്യം നമ്മൾ ഇന്ന് കണ്ടതാണ്. പക്ഷേ ഒമാൻ പരിപാടിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പരിപാടി എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് ഇന്ത്യൻ സമൂഹവുമായിട്ടുള്ള അവിടുത്തെ ഇന്ത്യൻ ഡയസ്പോറയുമായിട്ടുള്ള കൂടിക്കാഴ്ച തന്നെയാണ്. പ്രധാനമന്ത്രിയുടെ വിദേശ സന്ദർശനത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട അജണ്ടയും അതുതന്നെയാണ്. ഓരോ വിദേശ സന്ദർശനത്തിലും അദ്ദേഹം അവിടുത്തെ ഇന്ത്യൻ ഡയസ്പോറയെ അഭിസംബോധന ചെയ്ത് സംസാരിക്കാൻ ശ്രമിക്കാറുണ്ട്. ഇത് തീർച്ചയായും പ്രവാസി ഇന്ത്യക്കാരുടെ ഇടയിൽ വലിയ ആത്മവിശ്വാസമാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഒമാനിൽ നമുക്കറിയാം മലയാളികൾ ധാരാളമുള്ള ഒരു രാജ്യമാണ്. അങ്ങനെ ഒരു സമൂഹത്തെ അഭിസംബോധന ചെയ്യുമ്പോൾ തീർച്ചയായും മലയാളികൾ അവിടെ ധാരാളം ഉണ്ടാകും എന്ന് നരേന്ദ്രമോദിക്ക് അറിയാം. അതുകൊണ്ട് തന്നെ ധാരാളം മലയാളികൾ ഇവിടെ വന്നിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് സുഖമാണോ എന്ന് മലയാളത്തിൽ ചോദിച്ചുകൊണ്ടാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തൻ്റെ അഭിസംബോധന ആരംഭിച്ചത്. എന്ന് പറഞ്ഞാൽ മലയാളികളെ അവരുടെ ഭാഷയിൽ തന്നെ സുഖമാണോ എന്ന് ചോദിച്ചുകൊണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ത്യൻ സമൂഹത്തെ കയ്യിലെടുക്കുന്ന കാഴ്ചയാണ് നമ്മൾ ഇന്ന് കണ്ടത്. അതായത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിദേശ സന്ദർശനം നടത്തുമ്പോഴെല്ലാം അവിടുത്തെ ഇന്ത്യൻ സമൂഹത്തെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുന്ന പ്രസംഗം നാട്ടിൽ വലിയ രീതിയിൽ വൈറലാകാറുണ്ട്. കാരണം അദ്ദേഹത്തിൻ്റെ പ്രസംഗം രാജ്യസ്നേഹം ഉയർത്തിപ്പിടിക്കുന്നതാണ്. തൻ്റെ കഴിഞ്ഞ 10 വർഷത്തെ ഭരണനേട്ടം ഉയർത്തിപ്പിടിക്കുന്നതാണ്. മാത്രമല്ല, ഇന്ത്യയുടെ കുതിപ്പ്, ലോകരാഷ്ട്രങ്ങളുടെ ഇടയിൽ ഇന്ത്യ എങ്ങനെ വളരുന്നു, ഇന്ത്യയുടെ സ്ഥാനം എന്താണ് ഇപ്പോൾ ഈ സാഹചര്യത്തിൽ എന്നൊക്കെയുള്ള വിഷയങ്ങളാണ് അദ്ദേഹം സംസാരിക്കുന്നത്. അതുകൊണ്ട് തന്നെ രാജ്യസ്നേഹം തുളുമ്പുന്ന, രാജ്യത്തെ ഇന്ത്യൻ ഡയസ്പോറയെ അഭിമാന പുളകിതരാക്കുന്ന, അവരിൽ രോമാഞ്ചമുണ്ടാക്കുന്ന വലിയ വലിയ പ്രസംഗങ്ങളായിരിക്കും നരേന്ദ്രമോദി ഇത്തരം അഭിസംബോധനകളിൽ നടത്താറുള്ളത്. അതുകൊണ്ട് തന്നെ രാജ്യം മാത്രമല്ല ലോകവും ശ്രദ്ധിക്കുന്ന പ്രസംഗങ്ങളാണ്. അത്തരമൊരു പ്രസംഗം തന്നെയാണ് ഇന്ന് നരേന്ദ്രമോദി ഒമാനിൽ നടത്തിയതും. അതിൽ മലയാളികളോട് സുഖമാണോ എന്ന് അദ്ദേഹം മലയാളികളുടെ മാതൃഭാഷയിൽ ചോദിച്ചത് വലിയ രീതിയിൽ ശ്രദ്ധയാകർഷിക്കുകയും ചെയ്യുന്നുണ്ട്. വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്.